നമ്മുടെ എടാട്ടുകാരൻ ടോപ്പിയറി ആർട്ട് ഗാർഡനിലെ ഈ ഭയങ്കര എന്താ പറയുക, നമുക്ക് കൊതിപ്പിക്കുന്ന തരത്തിലുള്ള വെറൈറ്റി ബോഗമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും റെയറായിട്ടുള്ള ബോഗമില്ല ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്ത്, സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതേപോലെ മനോഹരമായിട്ട് ഇതേ പൂക്കൾ ചിലതിലൊക്കെ നന്നായിട്ട് പൂക്കളായി, ചിലതിൽ പൂക്കളായി വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് പരിപാലിക്കുന്ന ജസ്റ്റിൻ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് ഏറ്റവും മാർക്കറ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റികളാണ് നമ്മൾ ഇവിടെ ഓൺ ഗ്രാഫ്റ്റാണ് നമ്മളിവിടെ വാങ്ങിച്ച് റീസെൽ ചെയ്യുന്നതല്ല. ഞാൻ തന്നെ നമ്മൾ പ്ലാന്റ് കളക്ട് ചെയ്തിട്ട് പുറത്തുനിന്ന് മറ്റുള്ള കൺട്രീസിൽ പോയി കളക്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൽ ഫോർ എക്സാമ്പിൾ ഇതെല്ലാം ഈ ബ്രിസാറഡിൻ്റെ വെരിഗേറ്റഡ് ആണ്. ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ സക്കുര ബലാക്കൺ എന്ന് പറയുന്നത് വളരെ ഹിറ്റായ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഗോൾഡൻ ലീഫിൻ്റെ വെരിഗേഷൻ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റുകളെല്ലാം ഗോൾഡൻ ലീഫിലേക്ക് അല്ലെങ്കിൽ ഗോൾഡൻ വെരിഗേഷനിലേക്കുള്ള ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്ലാന്റുകളിൽ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റികളാണ്. കുറച്ച് വില കൂടുതലാണ്. നമ്മൾ ഒരിക്കലും നോർമൽ പ്ലാന്റിൻ്റെ ആ വിലയിൽ നമ്മളതിനെ ഒട്ടും പ്രതീക്ഷിക്കരുത്. പിന്നെ 1 by 1 നമുക്ക് പ്ലാന്റുകൾ ഉള്ള സമയം കൊണ്ട്, ലിമിറ്റഡ് സമയം കൊണ്ട് പരിചയപ്പെടുത്താൻ പറ്റും. ഇതൊരു റയറാണ്. നമ്മൾ തങ്ലോങ് റെഡ് എന്ന് പറയും. തങ്ലോങ് റെഡ് എല്ലാവർക്കും ഫെമിലിയർ ആണ്, പഴയ ആൾക്കാർക്കുള്ളതാണ്, അറിയാവുന്നതാണ് നന്നായിട്ട്. ഇതിന്റെ വെരിഗേഷൻ ആണത്. പൂക്കൾ മുല്ലപ്പൂ പോലെ വിരിയില്ല. അത് തങ്ലോങ് എല്ലാ വെറൈറ്റി അങ്ങനെ തന്നെയാണ്. തങ്ലോങ് ഇതും അത്യാവശ്യം വലിപ്പമുള്ളൊരു, ഇത് നമ്മളെ ഒരു വലിയ മരത്തുമ്പോൾ തന്നെ ഫുൾ ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ട്രീയിൽ ഈ വെറൈറ്റി ഒന്നും ഇതിന്റെ പേര് ഗോൾഡൻ സക്കുര ബലാക്കനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് കുറേ ഹൈറ്റിലാണ്. ഇവിടെ കണ്ടതെല്ലാം ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണ്? നമുക്ക് ഇതിൽ വെച്ചാൽ ആക്ച്വലി എനിക്ക് ടോപ്പിയറി എന്നുള്ള കൺസെപ്റ്റാണ് അധികം താല്പര്യം. പിന്നെ ഇതിൽ വലിയ പ്ലാന്റുകളിൽ ഇങ്ങനെയുള്ള വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തുമ്പോൾ അട്രാക്ഷൻ. ഇതിന്റെ മദർ പ്ലാന്റ് എന്താണ്? മദർ പ്ലാന്റുകൾ നമ്മൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന, മുമ്പത്തെ കളക്ഷനിൽ ഉണ്ടായിരുന്ന വിറ്റുപോകാതിരുന്ന പ്ലാന്റുകൾ ഇവിടെ ഇരുന്ന് അത് വലുതായി അതിന്മേൽ തന്നെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഇത് തങ്ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് തങ്ലോങ്ങിന്റെ പിങ്കും അത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ ഇതിന്റെ ഈ ലീഫിനൊരു വ്യത്യാസമുണ്ട്. ഇതിനെ മൂൺലൈറ്റ് എന്ന് പറയും. മൂൺലൈറ്റ്, തങ്ലോങ് മൂൺലൈറ്റ് എന്ന് പറയും. പിങ്കില് ഇതിലൊക്കെ കുറേ കാണുന്നുണ്ടല്ലോ. ഇതിൽ നമ്മൾ കുറെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മൾട്ടി കളറായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് വെറൈറ്റികൾ മാച്ച് ചെയ്യുന്നത് തമ്മിൽ എത്ര കളർ ഉണ്ടാവും ഇതിനകത്ത്? ഇതിൽ ചിലതില് 6 കളർ, ചിലതിൽ 8 കളർ, ചിലതില് സിംഗിൾ കളർ. ഫോർ എക്സാമ്പിൾ ഇത് ഫുള്ള് നമ്മള് തങ്ലോങ് പിങ്കിന്റെ മൂൺലൈറ്റ് പിങ്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ബ്രിസാറഡ് വെരിഗേറ്റഡ് ആണ് ഇതിന്റെ മുകളിൽ കാണുന്നത്. അതിന്റെ പ്ലാന്റ് നമ്മള് ചെറിയ സൈസിലുണ്ട്. 12 ഇഞ്ചിന്റെ പോട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പുറ സെക്ഷനിൽ നമുക്കുണ്ട്. ഇതിനകത്ത് ഒത്തിരി വെറൈറ്റി കാണുന്നുണ്ടല്ലോ. ഇതിന്റെ പേര് പിങ്ക് അബി വെരിഗേറ്റഡ്. ഇതൊരു ടോപ്പ് റയർ വെറൈറ്റി ആണ്. ഇതുപോലെ തന്നെ നമ്മൾ ഇതില് വൈറ്റ് പാന്തറിന്റെ വൈറ്റിന്റെ വെരിഗേഷൻ ഇതിലുണ്ട്. ഇതുപോലെ ഇതില് നമുക്ക് ഗോൾഡൻ ഫ്ലെയിം വൈറ്റിന്റെ ഗോൾഡൻ ലീഫില് ഉള്ള അത് ഇതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രിസാറഡ് വെരിഗേറ്റഡ് ഉണ്ട്. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവായിരിക്കും, നമ്മളുടെ മോണാലിസ റെഡിന്റെ വെരിഗേറ്റഡ് ആണ് ഇത്. വെരിഗേഷൻ മോണാലിസ റെഡിന്റെ പഴയ നമ്മൾ ആലില എന്ന് പറയുന്ന അതിന്റെ റെഡിന്റെ വെരിഗേറ്റഡ് ആണ്. അത് കുറച്ച് ഇതിന്റെ പേരാണ് സഫയർ. ഈ പ്ലാന്റും മീലോബാറ്റിക്കും തമ്മിൽ ഫ്ലവറിൽ വലിയ വ്യത്യാസങ്ങളില്ല, പക്ഷെ ലീഫിൽ ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷെ ഒരു കൺഫ്യൂഷൻ വരാം. ഇതിന്റെ വെരിഗേഷനിൽ ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ട് ഇതിന്റെ വരുന്നത്. ഇത് ആർജത്തിമ. ഇത് പറയണോ? ഇത് നമ്മളുടെ ഫയറോപ്പാല്, ഫ്ലെയിം റെഡ്, അതുപോലെ റൂബി റെഡ്, അതുപോലെ ഫ്ലെയിം യെല്ലോ. ഫ്ലെയിമിൽ യെല്ലോ ഉണ്ട്. ഇതെല്ലാം കൂടി ഒരു പ്ലാന്റിൽ എനിക്കൊരു ഇത് തോന്നി അങ്ങനെ ചെയ്തതാണ്. ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ല കാണാൻ ഭംഗിയായിരിക്കും. പക്ഷേ ഇതെല്ലാം ഫ്ലെയിം യെല്ലോ വെച്ച് മറ്റുള്ളതെല്ലാം കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി. നമ്മൾ 4-5 വർഷം മുമ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വെറൈറ്റികളാണത്. ഇത് ഹഗ്ഗിവാൻസ് വെരിഗേറ്റഡ് എന്ന് പറയാം. ഹഗ്ഗിവാൻസിന്റെ വെരിഗേറ്റഡ്. ഇതിന്റെ ഡയമണ്ട് റെയിൻബോന്നും
വേറൊരു പേരുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ട് പേരും ഒന്ന് തന്നെയാണ്, കൺഫ്യൂഷൻ ആവണ്ട. ഇതാണ് ഇതിന്റെ ഒരു ഭംഗി. എനിക്ക് തോന്നുന്നു അടീണിയത്തിന്റെ ഒക്കെ അതെ ഒരു ഇതിരിക്കുന്ന പോലെയാണ് അല്ലെ. അതിന്റെ കടക്സിന്റെ മാതിരി തന്നെയാണ് ഇതിന്റെ ആ വേര്. ഇത് മണ്ണിന്റെ അടിയിലേക്ക് പോയിക്കുന്ന വേരാണ് അല്ലേ? നമ്മള് മണ്ണിന്റെ അടിയിൽ നിന്ന് പൊക്കി എടുക്കുന്നതാണ്. അടിപൊളി അടിപൊളി. അത് നമ്മള് നല്ല വളക്കൂറുള്ള സ്ഥലത്ത് നമ്മൾ നട്ടിട്ട് അതിനെ നമ്മള് ഇത് ജസ്റ്റിന്റെ വീടിന്റെ മുമ്പിലാണ്ട് ജസ്റ്റ് ഇതെല്ലാം നമുക്ക് ഒരു എന്താ പറയാ ഒരു വലിയൊരു ലോകം തന്നെ ഇവിടെ തീർത്തിട്ടുണ്ട്. ഇതും നല്ല രസം. ഇത് നമ്മളുടെ ചിത്രയില് പെടുന്ന ചിത്രയുടെ മുഷേരി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. മുഷേരി എന്ന് പറഞ്ഞ വെറൈറ്റി. അതില് ചിത്രയുടെ കളറിൽ വരുന്നത്. പക്ഷെ ആൾക്കാർ ചിത്ര എന്ന് പറയുമ്പോൾ ഇത് ചിത്ര പോലെ അങ്ങനെ ഹാർഡി ആവുന്ന പ്ലാന്റ് അല്ല. ചിത്ര എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു പേടിയാണ്, വലിയ ഹാർഡി ആവുന്ന പ്ലാന്റ് അല്ലെന്ന് വെച്ചിട്ട്. ഇത് വെറൈറ്റി ആണോ? ഇത് നമ്മളുടെ വാട്ടർമെലൺ കിസ്, നമ്മുടെ നോർമൽ വാട്ടർമെലൺ കിസ്. ഇത് പിങ്ക് പാച്ച് എന്ന് പറഞ്ഞ വെറൈറ്റി. ഒരു ടഫസ്റ്റ് പ്ലാന്റ് ആണ്. നമ്മൾ വേര് പിടിച്ചെടുക്കാനും ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാനും ഒത്തിരി ബുദ്ധിമുട്ടുള്ള പ്ലാന്റ് ആണ്. പക്ഷെ ഇത് നമ്മൾ ഹവായിനോടൊക്കെ സിമിലാരിറ്റി തോന്നുന്നു ഇതിന്റെ ലീഫെല്ലാം. ഇത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയത്, മീൻസ് ഒരു 2 കൊല്ലം മുമ്പ് ഇറങ്ങിയ പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ടാങ്ലോങ് റെഡ് വെരിഗേറ്റഡിന്റെ ഒരു ഇതാണ്. അതിന്റെ പൂക്കള് മുല്ലമുട്ടിന്റെ പോലെയാണ് അതിന്റെ പൂക്കൾ ഇരിക്കുക കേട്ടോ. നല്ല രസമാണ് ഇതിന്റെ കാഴ്ച. അപ്പം ഇതിന്റെ ചെടി നമുക്ക് ചെടിയപ്പോൾ റെഡിയാണ്. വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവർക്ക് മറ്റൊരു വെറൈറ്റിയാണ് പിങ്ക് സായിപ്പ്. ശരിക്കും ഒരു ഗോൾഡൻ വെരിഗേറ്റഡ് ലീഫാണ്. പൂവില്ലെങ്കിലും ഭംഗിയാണ് ചെടി കാണാനായിട്ട്. അതിനകത്ത് ഈ ഒരു ലാവണ്ടർ പോലെയുള്ളൊരു കളറിൽ വന്നിരിക്കുന്ന ഈ ഒരു ചെടിയുടെ പേര് പിങ്ക് സായിപ്പ്. ഇതിൻ്റെ ചെടിയും അവൈലബിൾ ആണ്. ഇത് മൊണാലിസ ബ്ലാക്ക് എന്ന് പറയും. നല്ല രസമുള്ളൊരു കളറാണ്. ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കേരളയായിട്ട് ഇരിക്കുള്ളൂ. അതിൻ്റെ പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ മൊണാലിസ ബ്ലാക്കിൻ്റെ ചെടികളും ലഭ്യമാണ്. ഇത് ഗോൾഡൻ ജാക്ക്പോട്ട്. ഇതിൻ്റെ വെറൈറ്റി ഇതുപോലെ പൂക്കളാണ്. നിറച്ച് പൂണ്ടായി നിൽക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇതിൻ്റെ തൈകളും ചെറിയ തൈകളും അവിടെ ലഭ്യമാണ് കേട്ടോ. ഇത് മറ്റൊരു വെറൈറ്റി ആണ് കേട്ടോ. ഗോൾഡൻ റാവു എന്നാണ് ഇതിൻ്റെ പേര്. ഒരു കമ്പിൽ തന്നെ ഇത്രയധികം കളറിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച. അപ്പോൾ ഇതേപോലെ ഒത്തിരി വെറൈറ്റീസിൻ്റെ ചെടികൾ ലഭ്യമാണ്. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് അറിയാം കേട്ടോ.